ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെയും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു, ഡിസ്കൗണ്ടിന്റെ റീഡിങ്. അപ്പോൾ ഇനി അടുത്ത മാസമേ ഡിസ്കൗണ്ട് ഉണ്ടാവുകയുള്ളൂ. പിന്നെ പേയ്മെന്റ് ചെയ്തിട്ട് റീഡിംഗ് കിട്ടാത്തവർക്ക് ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. കുറച്ച് ഡിലേ വന്നു, എല്ലാ റീഡിങ്സും കൂടി വന്നപ്പോൾ കുറച്ച് ഡിലേ, ഒരു താമസം വന്നതാണ്. അപ്പോൾ അത് ഇന്നത്തോടു കൂടി ഒക്കെ എന്താ പറയാ, റീഡിംഗ് കിട്ടാത്ത ആൾക്കാർക്ക് റീഡിംഗ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഒരാളല്ല. നിങ്ങളെയും ഈ വ്യക്തിയെയും അകറ്റി നിർത്തുവാൻ വേണ്ടി ശ്രമിച്ച ശത്രുക്കൾ ഇപ്പോൾ വിഡ്ഢികളായിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായി ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ട്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് തമ്മിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാൻ പറ്റാത്ത, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം, എന്തും ആയിക്കോട്ടെ, ജസ്റ്റ് ചിലപ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാനായിട്ട്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ശത്രുക്കളുടെ എനർജി അല്ല എപ്പോഴും ഉയർന്നിരിക്കേണ്ടത്, അല്ലേ? നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെ മനോഹരമായിട്ട്, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എനർജിയിലേക്ക് പോകാം. ഒരു ലവ് മെസ്സേജ് ആണ്, അതാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്നാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. കോൺവെർസേഷൻ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് കോൺവെർസേഷൻ. എവിടെയും ഏതൊരു സാഹചര്യവും അവിടെ പരാജയമായി പോകുന്നത്, അതായത് ഏതൊരു ബന്ധവും അവിടെ പരാജയമായി പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. രണ്ടുപേരും മനസ്സ് തുറന്നുള്ളൊരു സംസാരം അവിടെ ഇല്ല, സംഭാഷണമില്ല. അങ്ങനെയാണ് അതൊരു പരാജയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് വില്ലിങ് അല്ലായിരിക്കാം, നിങ്ങൾ അതിന് തയ്യാറല്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ പേഴ്സൺ തയ്യാറല്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാഹചര്യം അതിന് അനുകൂലമായിട്ട് വന്നിട്ടില്ലായിരിക്കാം. ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ വിളിക്കണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം. ഈ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഒരുപക്ഷെ ഒരുപാട് കാലങ്ങളായിട്ടുണ്ടാകാം, ഒരുപാട് നാളുകളായിട്ടുണ്ടാകാം. അതെല്ലാം നമുക്ക് ഈ ഒരു ഫസ്റ്റ് കാർഡിൽ നിന്നും തന്നെ വ്യക്തമാണ്. കാരണം നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സാധാരണ മെസ്സേജ് ചെയ്യുന്നത് പോലെയല്ല കോൾ ചെയ്യുക എന്ന് പറയുന്നത്. കോൾ എന്ന് പറയുന്നത് അത്രയും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ എത്ര വലിയ ശത്രുക്കളാണെങ്കിൽ പോലും, ഇപ്പൊ നമുക്ക് അത്രയും ശത്രുത തോന്നിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നമ്മളെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് എന്നോട് ക്ഷമിക്കണം, നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ആ വ്യക്തി നമ്മളോട് ചെയ്ത കുറ്റങ്ങൾ നമ്മൾ പൊറുക്കും, നമ്മൾ ക്ഷമിക്കും. കാരണം ഫോൺ കോളിന് അത്രയും വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് അത് ഭയങ്കര ഒരു സത്യമാണത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ കോളിംഗ് എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.
സെക്കൻഡ് എനർജി വിൽ ബി ദ ഡിസീറ്റ് ആണ്. കാരണം നിങ്ങളുമായിട്ട് സംഭവിക്കാതെ പോയ ഇൻകംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അത് മുടങ്ങിപ്പോയിട്ടുണ്ടാകാം, ആ ഒരു കണക്ഷൻ മുടങ്ങിപ്പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിന്നിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ മുടങ്ങിപ്പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ കല്യാണമൊക്കെ ആയി, കല്യാണത്തിന്റെ ഡേറ്റ് വരെ നിശ്ചയിച്ച് നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ പേഴ്സൺ ടാറ്റ ഗുഡ് ബൈ സി യു എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ടാകാം. ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു കല്യാണ മോതിരം പിടിച്ചുകൊണ്ട് ഈ ഒരു ലേഡി വിഷമിച്ചിരിക്കുകയാണ്. ഷീ ഈസ് നോട്ട് സ്മൈലിംഗ്. ചിരിക്കല്ല, വിഷമിച്ചിരിക്കുകയാണ്, സങ്കടമുണ്ട്. ആ ഒരു കഴിഞ്ഞു പോയ കാര്യം, അതായത് ആ കംപ്ലീറ്റ് ചെയ്യാതെ വിട്ടുപോയ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ചിന്തിച്ച് വിഷമിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇവിടെ കംപ്ലീറ്റ്ലി മാനിപ്പുലേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ആരൊക്കെയോ ഈ പേഴ്സണെ പറഞ്ഞ് നിങ്ങളുമായി അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, അതൊരു പക്ഷേ ഈ പേഴ്സൺ വിശ്വസിച്ച് പോയിട്ടുണ്ടാകണം, അവരുടെ വാക്ക് കേട്ട് അതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അവിടെ തകർന്ന് തരിപ്പണമായി പോയത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു കുടുംബജീവിതമാണ്. അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് യൂറിയൽ ഏഞ്ചലിനെയാണ് കിട്ടിയിട്ടുള്ളത്. പാഷൻ സ്പിരിറ്റ് കണക്ഷൻസ് ആണ്. അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്, അതൊരിക്കലും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ചിലപ്പോൾ ഒരു കർമ്മബന്ധമാകാം, ചിലപ്പോൾ ഒരു മുജ്ജന്മ ബന്ധമാകാം, ചിലപ്പോൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആകാം, സോൾമേറ്റ് കണക്ഷൻ ആകാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഏതൊക്കെ കണക്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ പക്കയായിട്ട് ഒരു സ്പിരിച്വൽ ആൻഡ് പാഷൻ തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പക്ക പാഷനേറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പാഷൻ എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം അത് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കഴിവ് കണ്ടിട്ടായിരിക്കാം ഈ പേഴ്സൺ ആ ഒരു ആകർഷണം തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എന്തെങ്കിലും കഴിവുകളോ, അതിപ്പോ ജസ്റ്റ് ഒരു സംസാര രീതിയാണെങ്കിൽ പോലും അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ആ ഒരു പാഷൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം അകന്ന് നിന്നാലും ആ പാഷൻ ഒരിക്കലും എവിടെയും ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും അത് എവിടെയും പോകുന്നില്ല. ആർക്കും നിങ്ങളുടെ മനസ്സിൽ നിന്നും അത് എടുത്തു മാറ്റാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ യൂറിയൽ ഏഞ്ചലിന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഏഞ്ചലാണ് ഇവിടെ നിങ്ങൾക്കിടയിൽ ആ ഒരു അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ ഈ പേഴ്സൺ ഉറപ്പായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കും, ഒരു പുതിയ ഒരു മനുഷ്യനായിട്ട്. കാരണം ഈ പേഴ്സൺ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പേഴ്സൺ തന്നെയാണ്. പക്ഷെ പുതുമകളോട് കൂടി, പുതിയ സ്വഭാവത്തോടു കൂടി, പുതിയ രീതികളോട് കൂടി, തീരുമാനങ്ങളോട് കൂടി, പുതിയ സ്നേഹത്തോടു കൂടി, പുതിയ തുടക്കമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതൊരു പുതിയ തുടക്കമാകട്ടെ, പുതിയ തുടക്കമാകണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ ഇതൊരു റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കണക്ഷൻ ആണെന്ന് ഈ പേഴ്സൺ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളുമായിട്ട് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു, അതിനിടയിൽ ശത്രുക്കൾ വന്ന് അവിടെ പലതരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അത് കണ്ട് വീണ്ടും നിങ്ങൾ രണ്ടുപേരും സെപ്പറേഷനിലേക്ക് പോകുന്നു. ഈ ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആദ്യമൊക്കെ ഈ പേഴ്സൺ അത് മൈൻഡ് കൊടുത്തിട്ടുണ്ടാവില്ല, ഓ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷെ പിന്നീട് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് എന്തൊക്കെയാണ് ആവർത്തിച്ചു വരുന്നത്, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു മനുഷ്യനും, അത് സ്പിരിച്വാലിറ്റിയിൽ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാകും, ഓരോ വർഷവും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അത് റിപ്പീറ്റേറ്റീവ് ചെയ്യുന്നുണ്ടോ, അതായത് റിപ്പീറ്റേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അതായത് കഴിഞ്ഞ കൊല്ലത്തിൽ സംഭവിച്ച അതേ കാര്യം തന്നെ, അല്ലെങ്കിൽ അതിനോട് കണക്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും കാര്യം ഈ ഒരു വർഷത്തിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ പോകുന്ന ആൾക്കാർ അത് വീക്ഷിക്കും. സെയിം ഈ പേഴ്സണും അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തനി ആവർത്തനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാനും കൂടെ
ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ദേവിയുടെ അനുഗ്രഹമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ദേവി എന്ന് പറയുന്നത് മാതൃഭാവത്തിൽ നിൽക്കുന്ന ദേവിയുമാകാം, രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ദേവിമാരും ആകാം. ഓക്കെ, അപ്പോൾ മാതൃഭാവം എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവി, പാർവതിമ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ശാന്തമായിട്ട് സരസ്വതി ദേവി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ വേളാങ്കണ്ണി മാതാവ്, അങ്ങനെയൊക്കെ നമുക്ക് വരും. രൗദ്രഭാവം എന്ന് പറയുമ്പോൾ ദുർഗാദേവി, കാളിയമ്മ, അങ്ങനെയുള്ള ദേവിമാരാണ്. ഓക്കെ, വാരാഹി ദേവി. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ദേവിമാരുടെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ദേവിയെ ഉപാസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ പൂക്കളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം. ഈ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദേവിയുടെ അനുഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു ദേവിയുടെ വഴി കാണിച്ചു തരാന്ന് പറയില്ല, നമ്മൾ ആകെ വഴിമുട്ടി ഇരുട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൈ പിടിച്ച് ഞാനുണ്ട് നിന്റെ കൂടെ, വിഷമിക്കണ്ട, നീ മുന്നോട്ട് വരൂ, നിന്റെ കൈ തരൂ എന്നുള്ള രീതിയിൽ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള, അല്ലെങ്കിൽ അത്രയും തേജസ്സാർന്ന ഒരു ദേവിയുടെ അനുഗ്രഹവും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ വളരെ നന്ദിയോടെയാണ് ആ ദേവിയെ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ആത്മാർത്ഥമായിട്ടാണ്. അതുപോലെ ലോങ് ഡിസ്റ്റൻസ് ആണ്. ലവ് നോസ് നോട്ട് ഡിസ്റ്റൻസ്, ഇറ്റ് ട്രാൻസെൻഡ് ടൈം ആൻഡ് സ്പേസ് ആണ്. അപ്പൊ ഇവിടെ പലവരുടെയും ഈ ഒരു റിലേഷൻഷിപ്പ് മുറിഞ്ഞു പോകുന്നത് കൃത്യമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നേരിട്ട് കാണാത്തത് കൊണ്ടാണ്. നേരിട്ട് കാണുന്നത് തന്നെ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ പോലും അവിടെ പലതരത്തിലുള്ള വിള്ളലുകൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ലോങ് ഡിസ്റ്റൻസ് പലവരും ബ്രേക്ക് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അങ്ങനെ ദൂരെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നും, തനിക്ക് ഇപ്പൊ നിങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ചെയ്യണമെന്നും തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പലതും തോറ്റു പോകാൻ പോകുന്നത് ശത്രുക്കളുടെ തീരുമാനങ്ങളാണ്. ശത്രുക്കളുടെ തീരുമാനങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ മാനിഫെസ്റ്റേഷൻ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ അവർക്ക് വേണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ അസൂയ ചെലുത്തുന്ന, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലും അസൂയ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നല്ലൊരു ജോലിയോ വരുമാനമോ അല്ലെങ്കിൽ സൗന്ദര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതും ഈ ഒരു ശത്രുക്കളെ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം കീറി മുറിച്ചുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നത്. അത് കൂടുതലും നിങ്ങളുടെ രണ്ടുപേരുടെ മാത്രം മിടുക്കുകൊണ്ടല്ല, ഇവിടെ ദൈവത്തിന്റെയും അതുപോലെ ഏഞ്ചൽ പ്രൊട്ടക്ഷനും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കീപ്പ് ഓൺ മൂവിങ്. അങ്ങനെ തന്നെ ഇപ്പൊ എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് നെഗറ്റീവ് എനർജി വളരെയധികം ഡൗൺ ആയിരുന്നു, പോസിറ്റീവ് എനർജിയാണ് ഹൈ ആയിട്ട് വന്നിരിക്കുന്നത്. അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റീഡിംഗ് നിർത്തുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.